ഇന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്തുന്ന കർഷകർ ആ മേഖലയിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവായി പോവുകയാണ്. കാരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിന് ന്യായമായ വില ലഭിക്കുന്നില്ല. ഉൽപാദന ചെലവ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഈ പാല് സൊസൈറ്റികൾ മുഖേന സംഭരിക്കുന്ന പാലിന് ഇപ്പൊ 4 രൂപ ഇൻസെന്റീവ് നൽകാനുള്ള ഉത്തരവുണ്ട്. പക്ഷെ അതൊന്നും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവൻ പാലിക്കുന്നില്ല. അതൊരു 10 രൂപ ഇൻസെന്റീവായി വർദ്ധിപ്പിക്കുകയാണ് കർഷകർക്ക് ഒരു ആശ്വാസം. മാത്രമല്ല ഈ കാലിത്തീറ്റയ്ക്ക് മാത്രമേ സബ്സിഡി നൽകുന്നത്. പ്രാദേശികമായി കാലികൾക്ക് കൊടുക്കാവുന്ന തീറ്റകൾക്കൊക്കെ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്രാദേശികമായി തീറ്റ വാങ്ങിച്ച് കൊടുക്കാനും അതിന്റെ സബ്സിഡിയുടെ ഗുണം കർഷകർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടാവണം. അതുപോലെ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തി ഈ ക്ഷീരോത്പാദന മേഖലയെ അതുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ കർഷകർക്ക് ഏറെക്കുറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ക്ഷീര കർഷകരുടെ വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി വെച്ചാൽ പാലിന് വില കൂട്ടുന്നതിനെ എതിർക്കാത്ത കേരളത്തിലെ ഏക പ്രതിപക്ഷവും ഞങ്ങളായിരുന്നു. പാലിന് വില കൂട്ടണമെന്നാണ് പറഞ്ഞത്. എല്ലാവരും കൂട്ടരുതെന്ന് പറയും. കാരണം 98% പേരും പാല് മേടിക്കുന്ന ആളല്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാലിന്റെ വില കൂട്ടരുതെന്ന് പറയും. പക്ഷെ 2% താഴെ വരുന്ന ക്ഷീര കർഷകർക്ക് വേണ്ടി പാലിന്റെ വില കൂട്ടണം എന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷമാണ് നമ്മൾ. കാരണം അവര് ക്ഷീര കർഷകർ, കാരണം കൃഷി മുഴുവൻ നശിച്ചു. പല സ്ഥലത്തും കർഷകർ ഈ പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. അവർക്ക് ആ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള ഉറച്ച നിലപാടാണ് നമുക്കുള്ളത്. അത് കാറ്റിൽ ഫീഡ് സബ്സിഡി ഉൾപ്പെടെയുള്ള ഏതെല്ലാം കാര്യങ്ങളിൽ ക്ഷീര കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതിനെ സപ്പോർട്ട് ചെയ്യും.